നമസ്കാരം, എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന യെസ് ബാങ്കിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. യെസ് ബാങ്കിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായി വിവിധ നഗരങ്ങളിലായി നിരവധി ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന യെസ് ബാങ്കിൽ കേരളത്തിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് യെസ് ബാങ്കിന്റെ കരിയർ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ നിന്നുമാണ് നമ്മളത് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കരിയർ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ഒരു വെബ്സൈറ്റിൽ എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കാണാം കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നൊരു സെക്ഷൻ ഇവിടെ കാണാം. ടു ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് ദി കറന്റ് ഓപ്പർച്യൂണിറ്റീസ് അറ്റ് യെസ് ബാങ്ക് പ്ലീസ് ക്ലിക്ക് ഹിയർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഈ ഒരു പേജിൽ യെസ് ബാങ്കിൽ നിലവിൽ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലായി യെസ് ബാങ്കിലുള്ള ഒഴിവുകളെ കുറിച്ചാണ് നൽകിയിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലും വിവിധ നഗരങ്ങളിലുമായി ഇന്ത്യയിലുടനീളമുള്ള അവരുടെ ഒഴിവുകളാണ് ഈ ഒരു പേജിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്ക് വേണമെങ്കിലും ഏത് ലൊക്കേഷൻ വേണമെങ്കിലും ഇവിടെ സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കേരളത്തിലെ വാക്കൻസികളെ കുറിച്ചാണ് പരിശോധിക്കാൻ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള പോസ്റ്റുകൾ നോക്കി നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് അതാത് പോസ്റ്റുകൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുമുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു കരിയർ വെബ്സൈറ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ സൈൻ അപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ ഒരു ഭാഗത്ത് തന്നെ നൽകിയിട്ട് ഇവിടെ കാണാം ലോഗിൻ ഓർ സൈൻ അപ്പ് നൗ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇവിടെ ലോഗിൻ ഓർ സൈൻ അപ്പ് എന്നൊരു ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ താഴെയുണ്ട്. സൈൻ അപ്പ് നൗ എന്നൊരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ ആ ഒരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടും. അപ്പോൾ എന്തായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഇതിലേക്ക് ലോഗിൻ ചെയ്യുക. ഈ ഒരു കരിയർ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ സൈൻ അപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ സൈൻ അപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇവിടെ നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരു പ്രൈവസി പോളിസിയാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രൈവസി എഗ്രിമെൻ്റ് ആണത്. ഈ ഒരു പേജ് നിങ്ങളത് ഐ ആക്സെപ്റ്റ് എന്ന് കൊടുത്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷമാണ് നിങ്ങൾക്ക് അത് ഇതിൽ സൈൻ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് വരിക. അത്തരത്തിൽ ഇമെയിൽ ഐ ഡി, പേര്, പാസ്വേഡ് എന്നിവ നൽകി നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സൈൻ അപ്പ് ഇത് ഗൂഗിളിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഇതിൽ ഫോണിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ നിങ്ങൾ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ സൈൻ അപ്പ് ചെയ്യേണ്ടത്. അതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ കാണാം ഓൾ ജോബ്സ് എന്ന ഈ ഒരു സെക്ഷനിൽ കീവേഡ് സെർച്ച് അതുപോലെ തന്നെ ഫിൽട്ടർ ബൈ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫിൽട്ടർ ബൈ ലൊക്കേഷൻ എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് ഇവിടെ കാണാം. ഇതിൽ ഫിൽട്ടർ ബൈ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫിൽട്ടർ ബൈ ലൊക്കേഷൻ ആണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ഫിൽട്ടർ ബൈ ലൊക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനിവിടെ കേരള എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം കേരള എന്ന് സെർച്ച് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ കേരള എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം കേരള എന്നൊരു ഓപ്ഷൻ ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. തൊട്ട് താഴെ കേരളത്തിൽ യെസ് ബാങ്കിൻ്റെ വിവിധ ബ്രാഞ്ചുകളുടെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ഏറനാട്, കൊച്ചി, കോഴിക്കോട്, പാലക്കാട്, തിരുവല്ല, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിങ്ങനെയാണ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യം കാണുന്ന ആ ഒരു കേരള എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ കേരളത്തിൽ മൊത്തത്തിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ച് നമുക്കിവിടെ കാണാം. നമുക്കിവിടെ കാണാം ഇത്രയും ഒഴിവുകളാണ് നിലവിൽ ഈ ഒരു പേജ് നൽകിയത്. 4 പേജിലായിട്ടാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഈ 4 പേജിനുള്ള ഒഴിവുകൾ നിങ്ങൾ പരിശോധിക്കുക. ഇതിൽ ആദ്യത്തെ ഒരു പോസ്റ്റ് ഇവിടെ കാണുന്ന അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് എന്നൊരു പറയുന്ന ഒരു പോസ്റ്റാണ്. അതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ക്ലയന്റ് റിലേഷൻഷിപ്പ് പാർട്ണർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ബ്രാഞ്ച് ബാങ്കിങ് കേരള പാലക്കാട് എന്നാണ് നൽകിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലേക്കാണ് ആ ഒരു നിയമനം. അപ്പോൾ ഏതിലേക്കാണ് അപേക്ഷിക്കേണ്ടതെങ്കിൽ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്ലയന്റ് റിലേഷൻഷിപ്പ് പാർട്ണർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്കാണ് ഞാനിവിടെ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക. ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ മിനിമം ഗ്രാജുവേഷൻ എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണിത്. അത്തരത്തിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ അതാത് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുക. ഇത് നവംബർ 26 പോസ്റ്റ് ചെയ്തൊരു ജോബാണ്. അത്തരത്തിൽ ഇതൊരു റെഗുലർ ജോബാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നൽകേണ്ടത്. ലൊക്കേഷൻ അത് അക്വിസിഷൻ ആൻഡ് പ്രൊഡക്റ്റ് ക്രോസ് സെൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് അവിടെ നൽകുന്നത്. അപ്പോൾ ക്ലയന്റ് റിലേഷൻഷിപ്പ് പാർട്ണർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കണം. നിങ്ങൾ സൈൻ അപ്പ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഇതെല്ലാം ചെയ്യാൻ. അപ്പോൾ ആദ്യം നിങ്ങൾ ആ ഒരു പേജിൽ പോയി നിങ്ങൾ സൈൻ അപ്പ് ചെയ്യുക. നേരത്തെ കാണിച്ച പോലെ സൈൻ അപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വരിക. അത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് അപ്ലൈ നൗ എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ക്ലയന്റ് റിലേഷൻഷിപ്പ് പാർട്ണർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽസ്. ഇനി പിന്നോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പരിശോധിക്കാം. അവിടെ താഴത്തെ അക്വിസിഷൻ മാനേജർ, പ്രൊഡക്റ്റ് ആൻഡ് പോർട്ട്ഫോളിയോ, അതുപോലെ തന്നെ ക്ലയന്റ് റിലേഷൻ പാർട്ണർ വീണ്ടുമുണ്ട്, ബ്രാഞ്ച് സർവീസ് പാർട്ണർ തുടങ്ങി നിരവധി ഒഴിവുകൾ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ബ്രാഞ്ച് സർവീസ് പാർട്ണർ എന്ന് പറയുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഈ ഒരു പേജ് നൽകിയത്. ഇതിനും വേണ്ടത് ഡിഗ്രി തന്നെയാണ്. അപ്പോൾ ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. പല പോസ്റ്റുകളിലേക്കുമുള്ള ക്വാളിഫിക്കേഷനായി മിനിമം ക്വാളിഫിക്കേഷനായിട്ട് ആവശ്യപ്പെട്ടിരുന്ന എക്സ്പീരിയൻസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം
ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് നൽകിയിട്ടുണ്ടാവും. അപ്പോൾ എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത പോസ്റ്റുകളുമുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കേരള ഫിൽട്ടർ ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ ഇത് പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇത് ഇന്ത്യയിലുടനീളമുള്ള ഒഴിവുകളാണ് ഈ ഒരു പേജ് നൽകിയത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കേണ്ട ആ ഒരു പോസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏകദേശം നിരവധി ഒഴിവുകളാണ്. അപ്പോൾ ഏകദേശം 448ഓളം ഒഴിവുകളാണ് ഇന്ത്യയിലുടനീളം യെസ് ബാങ്കിലുള്ളത് എന്നാണ് ഈ ഒരു പേജിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് കേരള എന്ന് തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് കേരള തന്നെ ഫിൽട്ടർ ചെയ്തെടുക്കാം. അപ്പോൾ അത് വളരെ സിമ്പിൾ തന്നെയാണ്. കാരണം ഈ ഒരു വെബ്സൈറ്റ് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള വെബ്സൈറ്റ് ഒന്നുമല്ല. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത്തരത്തിൽ 4ഓളം പേജുകളിലായി കേരളത്തിൽ 35ഓളം ഒഴിവുകളുണ്ടെന്നാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്ക് അതാത് പോസ്റ്റുകളിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിലിപ്പോൾ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന പോസ്റ്റുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിൽ കാണാം MBA കാർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു ജോബാണ്. അത്തരത്തിൽ അപ്ലൈ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ബാക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു പോസ്റ്റുകളിലേക്ക് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. വീണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ കാണാം. ഇവിടെ ക്രെഡിറ്റ് മാനേജർ എന്ന് പറഞ്ഞ മറ്റൊരു പോസ്റ്റുണ്ട്. ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നിലവിലുള്ള അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ്, ക്ലയന്റ് റിലേഷൻഷിപ്പ് പാർട്ണർ, അക്വിസിഷൻ മാനേജർ, ക്ലയന്റ് റിലേഷൻഷിപ്പ് പാർട്ണർ, ബ്രാഞ്ച് സർവീസ് പാർട്ണർ, അത്തരത്തിലുള്ള നിരവധി ഒഴിവുകളാണുള്ളത്. ഇനി നമുക്ക് 4ാമത്തെ പേജിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ പേജിൽ നൽകുന്ന കളക്ഷൻ മാനേജർ, റിലേഷൻഷിപ്പ് മാനേജർ, അത്തരത്തിലുള്ള നിരവധി ഒഴിവുകൾ, അതായത് ലൊക്കേഷനും ഏതൊക്കെയാണെന്നെല്ലാം ഈ ഒരു റൈറ്റ് സൈഡിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ആ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക. അവിടെ ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ഓരോന്നും പരിശോധിക്കാം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എത്രയാണ് സാലറി മറ്റുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു പേജുകളിൽ നൽകിയിട്ടില്ല. നിങ്ങളുടെ അതാത് പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് മാത്രമാണ് അതാത് പേജുകളിൽ അവർ നൽകിയിട്ടുള്ളത് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അത്തരത്തിൽ ഏകദേശം 35ഓളം ഒഴിവുകളാണ് ഇവിടെ ഉള്ളത്. അത്തരത്തിൽ കളക്ഷൻസ് മാനേജർ പറഞ്ഞ മറ്റൊരു പോസ്റ്റ് ഉണ്ട്. അത്തരത്തിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ചിലതിന് ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ചിലതിൽ എക്സ്പീരിയൻസ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾ ഓരോന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾ ഈ ഒരു പേജിൽ വന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അതാത് പോസ്റ്റുകളിലേക്ക് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് ഇവിടെ കാണാം ലോഗിൻ ഓർ സൈനപ്പ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സൈനപ്പ് ചെയ്യുക. നിങ്ങൾ സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിലേക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുക. അത്തരത്തിൽ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് രജിസ്റ്റർ ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഒറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഒഴിവുകളാണ് നിലവിൽ കേരളത്തിലുള്ളത്. 35ഓളം ഒഴിവുകളാണ് നിലവിൽ കേരളത്തിലുള്ളത്. ഇനിയല്ല നിങ്ങൾക്ക് മറ്റ് നഗരങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഫിൽട്ടർ ലൊക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് നഗരത്തിലാണോ ഏത് ഏരിയയിലാണോ നിങ്ങൾക്ക് തൊഴിൽ അന്വേഷിക്കേണ്ടത്, തൊഴിൽ വേണ്ടത് എന്നനുസരിച്ച് നിങ്ങൾക്ക് അതാത് സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്തെടുത്താൽ അതാത് സ്ഥലങ്ങളിൽ നിലവിൽ യെസ് ബാങ്കിലുള്ള ഒഴിവുകളെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ വിവരങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാൻ കഴിയും. അത്തരത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാം അപ്ലൈ എന്നൊരു ഓപ്ഷൻ ഓരോ ജോബിൻ്റെ നേരെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ അപ്ലൈ ആവുന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ ഇവിടെ അപ്ലൈ ആവുന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പേജ് ആയിരിക്കും വരിക. അതായത് നിങ്ങൾ ആൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വരില്ല. അല്ലെങ്കിൽ നിങ്ങളോട് വീണ്ടും അല്ലെങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ലോഗിൻ ചെയ്യാൻ അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യാനാണ് ആവശ്യപ്പെടുക. അത്തരത്തിലാണ് നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സ്കിൽസ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എത്തരത്തിലാണ് ജോബ് എവിടെയൊക്കെയാണ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വിശദമായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഈ പറഞ്ഞിരിക്കുന്ന ആ പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുക. അപ്പോൾ ഇത്രയും ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇന്ത്യ ഒട്ടാകെ 449ഓളം ഒഴിവുകളുണ്ട്. കേരളത്തിൽ മാത്രം 35 ഒഴിവുകളാണുള്ളത്. അപ്പോൾ അതാത് പോസ്റ്റുകൾ നിങ്ങളുടെ ഓരോ ലൊക്കേഷൻ അനുസരിച്ച് നിങ്ങൾ ഫിൽട്ടർ ചെയ്ത് പരിശോധിക്കുക. അതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓരോ പോസ്റ്റും ഞാനിതിൽ കാണിച്ചു തരുന്നില്ല. അത്തരത്തിൽ കാണിച്ചു തരികയാണെങ്കിൽ ഒരുപാട് സമയം വരും. അപ്പോൾ ആ ഒരു സമയം ഞാൻ നിങ്ങളെ പാഴാക്കുന്നില്ല. എന്തായാലും നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ അതാത് പോസ്റ്റുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് കേരള ഫിൽട്ടർ ചെയ്ത് ലോഗിൻ സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് ഫിൽട്ടർ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. എന്തായാലും യെസ് ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. പല പോസ്റ്റുകളിലേക്കും ഡിഗ്രി തന്നെയാണ് മിനിമം യോഗ്യത ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു പേജിൽ വന്ന് പരിശോധിക്കുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. യെസ് ബാങ്കിൻ്റെ ഈ ഒരു കരിയർ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഫിൽട്ടർ ചെയ്തെടുക്കുക. ലൊക്കേഷൻ്റെ ഭാഗത്ത് ഫിൽട്ടർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയുവാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.